അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. കണ്ണൂർ കുടിയാൻമലയിൽ അതിഥി തൊഴിലാളിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അസം സ്വദേശിയായ ഫിലിപ്പിനെ കുളിമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സഹോദരി ഭർത്താവ് രമേശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു ഈ ക്രൂര കൊലപാതകം. അർജുൻ കല്യാട് ചേരുകയാണ് നമുക്കൊപ്പം. അർജുൻ, എന്താണ് സംഭവിച്ചത്? ഷിഹാസ്, റോഷ്നി, ഇവർ തമ്മിലുള്ള തർക്കം അതാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കൊല്ലപ്പെട്ട ആളുടെ ബന്ധു തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രാഥമികമായി നിഗമനം പോലീസിനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. കുടുംബ പ്രശ്നവും അതുപോലെ തന്നെ ഇവർ തമ്മിൽ മദ്യപാനവും ഒരുമിച്ചുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മദ്യപിക്കുന്നതിനിടയിൽ ചില കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരികയും അത് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് എത്തുകയുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കൊലയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള കത്തിയും ഈ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വീടിന്റെ കുളിമുറിയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിലായിരുന്നു ഈ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളുടെ മൃതദേഹം കണ്ടെത്തിയത്. ഫിലിപ്പിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇയാളുടെ സഹോദരി ഭർത്താവ് രമേശനാണ് ഈ കൃത്യം ചെയ്തത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തായാലും വിശദമായ രീതിയിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇന്നലെ മദ്യപിച്ചതുകൊണ്ട് തന്നെ ഇയാളോട് പോലീസ് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായ രീതിയിലുള്ള മറുപടികളാണ് ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മരണപ്പെട്ടിട്ടുള്ള ഫിലിപ്പിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ശരി, അർജുൻ കല്യാടാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.